ഞങ്ങളെ ദൈവങ്ങളെ വലിച്ചു എറിഞ്ഞുകൊണ്ട് പുതിയമായി കടന്നു വന്ന ആ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ട് വാ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറയുമ്പോൾ കേൾക്കേണ്ട താമസമുണ്ടല്ലോ. വാല് പിടിച്ചുകൊണ്ട് കുതിരയുടെ മേലേറിക്കൊണ്ട് ഓടുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഓടുന്ന സമയത്ത് വൈദ്യരോട് സഅദ് റളിയല്ലാഹു കിട്ടുകയാണ്. അവിടുന്ന് സഅദ് റളിയല്ലാഹു ചോദിക്കുകയാണ്, ഉമറേ എവിടേക്കാണ് നീ പോകുന്നത്, എവിടേക്കാണ് ഉമറേ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മറുപടി, സഅദേ ഞങ്ങളെ ദൈവങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയതുമായി കടന്നു വന്ന മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ട് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, ആരോട് തലയെടുത്ത് നിങ്ങൾക്കറിയാമോ? ലോകത്തിന്റെ നേതാവായ അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയാണ്. ആ നിങ്ങളുടെ തലയെടുത്തുകൊണ്ട് എനിക്ക് ആ നാട്ടിൽ പുറത്തു വരാൻ കഴിയാമോ ഉമറേ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഉമർ നിങ്ങൾ പറയുകയാണ്, സഅദേ നീ അവരുടെ കൂടെ സഅദേ എന്ന് പറയുമ്പോൾ, എന്നാൽ ആദ്യമായി നിന്റെ തല വെട്ടുവിടാ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മേലുള്ള വാൾ എടുത്തുകൊണ്ട് അതാ ചെറുപ്പക്കാരാണ് സയ്യിദ് റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് ചാടുകയാണ്. ആ ചാടുന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹു ചോദിക്കുകയാണ്, ഉമറേ ആരൊക്കെ മുസ്ലിമായിട്ടുണ്ടോ അവരൊക്കെ നീ കൊല്ലാമോ എന്ന് പറയുമ്പോൾ ഉമർ തങ്ങളുടെ മറുപടി, അതേ ആരൊക്കെ മുസ്ലിമായിട്ടുണ്ടോ അവരൊക്കെ ഞാൻ കൊല്ലാം. എന്നാൽ ആദ്യമായി ഈ തല വെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല, ഈ സയ്യിദിന്റെ തലയല്ല, ആദ്യമായി നിന്റെ വീട്ടിലുള്ള നിന്റെ സഹോദരൻ തല വെട്ടണം. കാരണം നിന്റെ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മർദ്ദങ്ങളിലേക്ക് പോകുമെന്നല്ലാതായി വല്ലാതെയായി. എന്നിട്ട് ഇതാ വാലെടുത്തുകൊണ്ട് കുതിരയുടെ മേലെ ഏറിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതാ മർദ്ദങ്ങളുടെ വീട്ടിലേക്ക് കടന്നുമ്പോൾ അതാ ഫാത്തിമാവിയോട് ഭർത്താവ് ഉസ്താദും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാ ഉസ്താദിന്റെ ബാക്കിലെ സൈഡിലൂടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ശബ്ദം? ആരാണ് പറഞ്ഞത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ജീവൻ എന്ന പേര് പിടിച്ചുകൊണ്ട് ബാക്കിലെ സൈഡിലൂടെ ഒഴുകാറുകയാണ്. അതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, എന്താ ഞാൻ വരുമ്പോൾ നിങ്ങൾ ഓതിക്കൊണ്ടിരുന്നത്, എന്താ ഞാൻ വരുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അതാ തന്റെ സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അവിടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്നറിയാമോ? ഉമരേ നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് എന്നറിയില്ലല്ലോ. അല്ലാഹുവേ പറയേണ്ട താമസിലും മുസ്ലിമായെന്ന് പറഞ്ഞില്ല. നമ്മൾ പറയുന്ന സത്യമാണെങ്കിൽ എന്ത് ചെയ്യടാ ഉമരേ? പറഞ്ഞില്ലേ തീരെ താമസം കണ്ട് പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാണ്. പ്രിയമുള്ളവരെ തന്റെ സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാണ്. എന്നിട്ട് അതാ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് കണ്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് വല്ലാതെയായി. അപ്പോൾ അതാ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, തന്റെ സഹോദരിയുടെ ഭർത്താവിനെ നീ ചവിട്ടിയോ എന്ന് പറയുമ്പോൾ അവിടുന്ന് അതാ ഫാത്തിമ ബീവിയുടെ മുഖത്തിലേക്ക് ഒരടി എടുക്കുകയാണ്. ആ അടികളൊക്കെ ഫാത്തിമ ബീവിയുടെ മുഖയൊക്കെ ചോരയിൽ പിടിക്കുകയാണ്. ആ ചോരയിൽ പിടിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൈ പിടിച്ചുകൊണ്ട് അതാ ഉമർ തങ്ങൾക്ക് ഇല്ലാതെ വേദനയായി. അവിടുന്ന് അതാ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവായ അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയി ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആരാണ്? ലോകത്തിന്റെ നേതാവായ അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ നബി തങ്ങളോട് നിങ്ങൾ നല്ല സ്നേഹിക്കണം, സ്വലാത്ത് ചൊല്ലണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിനെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.